ഹലോ ഫ്രണ്ട്സ്, പത്മരാജൻ സിനിമ തൂവാനം തുമ്പുകളിൽ കാണപ്പെടുന്ന ഒരു മഴ മാജിക്കുണ്ട്. ക്ലാര മഴയത്ത് കയറി വരുന്നതും ജയകൃഷ്ണൻ നോക്കിക്കുന്നതായിട്ടുള്ളൊരു ഭയങ്കര മ്യൂസിക്കൊക്കെ ആയിട്ടുള്ളൊരു സീനുണ്ടല്ലോ. അത് 2018 വരെ മലയാളികൾ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് കണ്ടിരുന്നൊരു ഫിലിമായിരുന്നു. മീൻസ് ആ ഒരു സീൻ അത് ഭയങ്കര പല സിനിമകളിലും പിന്നീട് ഉപയോഗിച്ചു. ബ്യൂട്ടിഫുൾ പോലെ, ലുക്കാച്ചിപ്പി പോലെ പല സിനിമകളിൽ ഉപയോഗിച്ച് പലതവണ മലയാളികൾ ഭയങ്കരധികം റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട ഒരു സീനായിരുന്നു അത്. പക്ഷേ 2018 ശേഷം കഥ മാറി. നമ്മളുടെ മഴ മഴയും അത് ഒരു ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു ഭയങ്കര ഹീറോയിൻ പശ്ചാത്തലത്തിൽ കണ്ടിരുന്നത് നമ്മളതിപ്പം മഴയിപ്പോൾ നമ്മളുടെ ലൈഫിൽ ഇപ്പോഴും ഒരു വില്ലനായിട്ടാണ്. ഏകദേശം 90% മലയാളികൾ ഇപ്പോൾ അങ്ങനെയാണ്. മഴയെന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ് മിക്കവർക്കും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, 99-ലെ വെള്ളപ്പൊക്കം, നമ്മൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തകഴിയുടെ പാടത്തിനകത്താണ് അവർ നായയുടെ കഥയും മരണം വരെ തൻ്റെ യജമാനൻ്റെ കുടിൽ സംരക്ഷിച്ചിട്ട് മരിച്ചു പോകുന്ന നായയുടെ കഥയാണ്. അന്ന് 1924 94 വർഷങ്ങൾക്ക് ശേഷമാണ് 2018 ഇങ്ങനെ ഒരു അപകടം ഇതുപോലെ വെള്ളപ്പൊക്കം വരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 8 വർഷമാവുന്നതേ ഉള്ളൂ. 8 വർഷമാകുമ്പോഴത്തേക്കും അടുത്തൊരു ചെറിയ വെള്ളപ്പൊക്കത്തിലേക്ക് നമ്മൾ കൊണ്ടിരിക്കുകയാണ്. വളരെ നാശനഷ്ടങ്ങളൊന്നും കൂടുതലൊന്നും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും 2018 നമ്മൾ ആ ഒരു സംഭവം നടക്കുമ്പോഴും മുരളി തുമ്മാരക്കുടി എന്ന് പറയുന്ന അദ്ദേഹം UN നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൊക്കെ ചീഫായിരുന്ന അദ്ദേഹം ഇതിനെക്കുറിച്ച് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, കുറേ പുസ്തകങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ ശേഷം അദ്ദേഹം ഇങ്ങനെ ഇതിൻ്റെ പരിഹാരങ്ങളും എന്തൊക്കെയാണ് കാരണങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബുക്കുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി തന്നെ ഒരു നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം 2005 നമുക്ക് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു അതോറിറ്റിയൊക്കെ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് അതുപോലെ ഫ്ലഡ് മൈഗ്രേഷൻ്റെതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാം മോണിറ്ററിങ് അതോറിറ്റീസ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള അതോറിറ്റീസൊക്കെ ഉണ്ട്. മീൻസ് അങ്ങനെയുള്ള അതോറിറ്റീസൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എക്സ്പേർട്സ് ഉണ്ടാവുമല്ലോ. മുരളി തുമ്മാരക്കുടി പോലുള്ള എക്സ്പേർട്സിന് അഡ്വൈസറി മെമ്പേഴ്സൊക്കെ ആയിട്ട് അദ്ദേഹത്തെ വെച്ചിട്ട് ഇതേപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗവൺമെൻറ് അതിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിച്ച് ഇങ്ങനെയുള്ള നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ കാടുമായിട്ട് വെള്ളപ്പൊക്കത്തിലെന്ന് പറഞ്ഞിട്ട് വന്ന് പൈസയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുക. നമ്മൾ അരിപ്പിച്ചതോടെയാണ് കണ്ടത്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാവിയിൽ നമ്മളും ഇതുപോലെ കാടൊക്കെ പിടിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ പോയി ഇതിനു വേണ്ടി പൈസ പിരിക്കേണ്ടി വരുന്നൊരവസ്ഥ വരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള നടപടികൾ, ഇതുപോലുള്ള എക്സ്പേർട്സിനെയൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.